ഹലോ, ഇന്ന് നമുക്ക് എങ്ങനെയാണ് സ്നാപ്സൈറ്റ് വെച്ചിട്ട് പെട്ടെന്ന് വളരെ ഈസി ആയിട്ടും ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ. എൻ്റെ പേര് നൗഷീർ എന്നാണ്. ഞാൻ ഇന്ന് എങ്ങനെയാണ് ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് സ്നാപ്സൈറ്റ് വെച്ചിട്ട് വളരെ വേഗത്തിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്നാപ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 250ഓളം ലൈവ് ഇ കോമേഴ്സ് വെബ്സൈറ്റുകൾ പവർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 350K 400K ഒക്കെ ഫോളോവേഴ്സ് ഉള്ള നല്ല രീതിയിൽ ഓർഡേഴ്സ് വരുന്നവർക്ക് വരെ നമ്മൾ ഇ കോമേഴ്സ് വെബ്സൈറ്റ് പവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഇ കോമേഴ്സ് വെബ്സൈറ്റിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, അതായത് അബാൻഡൻഡ് ചെക്ക്ഔട്ട്, അതായത് ഒരാൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പകുതിക്ക് നിർത്തി വെച്ച് പോയി കഴിഞ്ഞാൽ അവരെ ഡാറ്റ വരെ കിട്ടുന്ന അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റ് ബിൽഡറാണ് സ്നാപ്സൈറ്റ് എന്നുള്ളത്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയണ്ട, വേഗം നമുക്ക് ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നേരെ ക്രോമിൽ പോവുക, ക്രോം ബ്രൗസർ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രൗസറിൽ അതിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്നാപ്സൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സ്നാപ്സൈറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ നമ്മളെ പ്ലാറ്റ്ഫോം വരും. snapsite.store എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ പ്ലാറ്റ്ഫോം വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് യുവർ സ്റ്റോർ എന്നിട്ടുള്ള ഒരു ബട്ടൺ കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഡെമോ സ്റ്റോറുകൾ, നിങ്ങൾക്ക് ഒരു ഓർഡറൊക്കെ ഡെമോ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വ്യൂ ഡെമോ സ്റ്റോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഡെമോ സ്റ്റോറുകൾ കാണുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്ത കുറച്ച് ബ്രാൻഡിന്റെ പേരുകൾ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളായിട്ട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് വിത്ത് us എന്നുള്ള ഒരു ഓപ്ഷൻ ഇതാ അടിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് യുവർ സ്റ്റോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോവാം. ഒന്നുകിൽ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽസ്, നെയിം, ഇമെയിൽ, പാസ്വേഡും സെറ്റ് ചെയ്തിട്ട് അങ്ങനെ OTP വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോവാണ്, സൈനപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളോട് ചോദിക്കുകയെന്ന് പറയുമ്പോൾ വാട്സപ്പ് നമ്പറാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് ഓർഡർ വരേണ്ട വാട്സപ്പ് നമ്പർ ഏതാണെന്നുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ നമ്പർ കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലും പിന്നീട് ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് എഡിറ്റ് വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ നമ്പർ കൊടുത്താലും പിന്നീട് അത് മാറ്റണമെന്നില്ല, നമുക്ക് ഉള്ളിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ആലോചിച്ചതൊന്നും പേടിക്കേണ്ടതില്ല. പിന്നെ ഇവിടെ ഞാൻ കറൻസി കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സബ്മിറ്റ് കൊടുക്കണം. ഇവിടെ സ്റ്റോർ നെയിം അതായത് നിങ്ങളുടെ ഷോപ്പിന്റെ നെയിം ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡെമോ സ്റ്റോറാണ് ക്രിയേറ്റ് ചെയ്യണത്, പേര് അങ്ങനെ തന്നെ ഞാൻ കൊടുക്കണം, ഡെമോ സ്റ്റോർ എന്നുള്ളത് വെച്ച് കൊടുക്കുകയാണ്. ഇൻഡസ്ട്രി ടൈപ്പ് ഞാനിവിടെ ഒരു പെർഫ്യൂം ആൻഡ് കോസ്മെറ്റിക്സ് എന്നുള്ള ഇൻഡസ്ട്രി കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്ത് ഇവിടെ നമ്മളോട് പ്ലാൻ ചോദിക്കുന്നുണ്ട്, ഏത് പ്ലാനാണ് വേണ്ടതെന്നുള്ളത്. ഇതിൽ 3 പ്ലാനേ നമുക്ക് കാണാൻ പറ്റും. ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം എന്ന് പറഞ്ഞ 3 പ്ലാനാണ് ഇപ്പോൾ നമ്മളുള്ളത്. ബേസിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 10 പ്രൊഡക്റ്റും അതേപോലെ തന്നെ 3 കാറ്റഗറിയാണ് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുക. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, 100 പ്രൊഡക്റ്റും 10 കാറ്റഗറിയും. പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പ്രൊഡക്റ്റും അൺലിമിറ്റഡ് കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കൂടുതൽ ഫീച്ചേഴ്സ് ഇവിടെ തന്നെ ഇവിടെ അങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാവും ഓരോ പ്ലാനിൻ്റെ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പ്രീമിയം സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമ്മളെ കൂപ്പൺ കോഡ് വെച്ചിട്ട് ഇവിടെ പേയ്മെന്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വിഷുവോ അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് കൂപ്പൺ കോഡ് നമ്മൾ അവൈലബിൾ ആക്കും ഓഫറിൽ. അപ്പോൾ ആ കൂപ്പൺ കോഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഓഫറിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് ഉള്ളിൽ കയറാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 7 ഡേ ഫ്രീ ട്രയലും ഇതാ ഇവിടെ ഈ സ്റ്റാർട്ട് 7 ഡേ ഫ്രീ ട്രയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് ഇമേജ്, അതായത് പെർഫ്യൂം ആൻഡ് കോസ്മെറ്റിക്സ് എന്നുള്ള ഒരു കാറ്റഗറിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമേജുകൾ ജനറേറ്റ് ചെയ്യണം അവിടെ. ഇപ്പോൾ നമ്മളെ സ്റ്റോറും ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മളുള്ളതെന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറിൻ്റെ അഡ്മിൻ സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അഡ്മിൻ സൈഡിൽ കാണാൻ നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് നമ്മൾ അഡ്മിൻ സൈഡിലാണ് ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റ് സൈഡ്, അത് എപ്പോഴും സ്നാപ്സൈറ്റ് വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ 2 സൈഡായിട്ടാണ്, ഒന്ന് അഡ്മിൻ സൈഡ് അതേപോലെ തന്നെ വെബ്സൈറ്റ് സൈഡും. വെബ്സൈറ്റ് സൈഡ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ഗ്ലോബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടോ എന്ത് ചെയ്യാം, നമ്മളെ വെബ്സൈറ്റ് സൈഡ് എപ്പോഴും ആക്സസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഗ്ലോബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റ് സൈഡിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ഓട്ടോമാറ്റിക് ആയിട്ട് എന്താക്കിയിട്ടുണ്ട്, കുറച്ച് ഡെമോ പ്രൊഡക്റ്റുകൾ ആഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പെർഫ്യൂം ആൻഡ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെമോ പ്രൊഡക്റ്റുകളാണ് ആഡ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി പെർഫ്യൂമും കോസ്മെറ്റിക്സും എന്ന് പറഞ്ഞിട്ടുള്ള 2 കാറ്റഗറിയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ അഡ്മിൻ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാ മുകളിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ സ്നാപ്സൈറ്റിന് വിളിച്ച് കഴിഞ്ഞാൽ അഡ്മിൻ സൈഡിലോട്ട് പോകും. ഇപ്പോൾ ഫോണിൻ്റെ ഒരു വ്യൂ ആണെങ്കിൽ ഫോണിലും ഇതേപോലെ തന്നെയാണ് വരിക. ഇങ്ങനെ ഒരു അഡ്മിൻ സൈഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലിതാ ഈ ഗ്ലോബ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റ് സൈഡിലോട്ട് പോവാം. അങ്ങനെയാണ് വരിക. പിന്നെ മറ്റു ഓപ്ഷനുകൾ എന്ന് പറയുമ്പോൾ ഡിസൈന്, സെക്ഷന്, ടെസ്റ്റിമോണിയൽസ്, FAQ ആഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഹോമും ഡിസൈനും പ്രൊഡക്ട്സ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ഓരോ വീഡിയോയിലായിട്ട് നമുക്ക് നോക്കാം. തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോമിന്റെ
ഫുള്ള് സെറ്റപ്പുകൾ പഠിക്കാം. അപ്പോൾ ഹോമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ക്വിക്ക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹോമിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഹോമിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം. ബൈ.